Dear students, adrenaline is synthesized from which amino acid? Options: tyrosine, tryptophan, phenylalanine, histidine. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ടൈറോസിൻ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു മേഖലയാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അഡ്രിനാലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, അതേപോലെ ഡോപ്പമിൻ, ഈ 3 ന്യൂറോ ട്രാൻസ്മിറ്ററും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതിനെപ്പറ്റി ഒന്ന് തിരിച്ചറിയുക. ഈ 3 കാറ്റഗറിയും കാറ്റക്കോളമീൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് സബ്സ്റ്റാൻഷ്യ നൈഗ്ര എന്ന് പറയുന്ന പോർഷനിൽ പ്രൊഡക്ഷൻ നടക്കുന്നു. പിന്നെ പല ഏരിയയിൽ ഹൈപ്പോതലാമസിലുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ. അങ്ങനെ ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരു പരിധിവരെ ഡിസിൻറ്റഗ്രേഷൻ സംഭവിക്കുന്ന സമയത്ത് ഫോം ചെയ്തു വരുന്ന ഒരു സംഭവമാണ് നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത്. ഈ നോർ അഡ്രിനാലിൻ എന്ന് പറയുന്ന സംഭവത്തിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അഡ്രിനാലിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഡോപ്പമിനിൽ നിന്ന് നോർ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൽ നിന്ന് അഡ്രിനാലിൻ ഫോം ചെയ്തു വരുന്നു. ഇങ്ങനെയുള്ള ആ ഒരു സീക്വൻസിനെ നമ്മൾ പറയുന്ന പേരാണ് കാറ്റക്കോളമീൻ കാസ്കേഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതും മനസ്സിലാക്കി വെക്കുക. then അഡ്രിനാലിനെ പറ്റി പറയുമ്പോൾ, അഡ്രിനാലിൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന അനാഫിലാറ്റിക് റിയാക്ഷനിലാണ്. പല പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതിനകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അഡൾട്ടിന് വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഡൈലൂഷൻ 1:1000 ആണ്. കുട്ടികൾക്കാകുമ്പോഴത്തേക്ക് അത് 1:10,000 എന്ന് പറയുന്ന ഡൈലൂഷനിലാണ് വരുന്നത് എന്നുള്ള കാര്യം ഓർത്തോണം. ദെൻ പിന്നെ വളരെ കാര്യമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഈ അഡ്രിനാലിൻ എന്ന് പറയുന്ന ഹോർമോൺ, ഹോർമോണുമാണ്, ന്യൂറോ ട്രാൻസ്മിറ്ററുമാണ്. ഇതിനെ മെറ്റബോളൈസ് ചെയ്യുന്നത് അല്ലെ നീക്കം ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. അതിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, മോണോ അമീനോ ഓക്സിഡേസ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഈ മോണോ അമീനോ ഓക്സിഡേസ് ഇൻഹിബിറ്റർ എന്ന് പറയുന്ന മെഡിക്കേഷൻസ് സാധാരണയായിട്ട് നമ്മൾ ആൻറ്റി ഡിപ്രഷൻ കൊടുക്കുന്നതാണ്. അപ്പോൾ മോണോ അമീനോ ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അഡ്രിനാലിൻ്റെ അളവ് കൂടി വരികയും സ്വാഭാവികമായിട്ടും അവരുടെ ഡിപ്രഷൻ എന്ന് പറയുന്ന സാഹചര്യം ഒഴിവാകുകയും ചെയ്യുമെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദെൻ അതോടൊപ്പം തന്നെ അഡ്രിനാലിന് നിങ്ങൾക്കറിയാം സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ത്രൂ വർക്ക് ചെയ്യുന്നു. ഫിയർ ഉണ്ടാകുന്ന സമയത്ത് ഒന്നുകിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള എനർജി, ഊർജം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ. സ്വാഭാവികമായിട്ടും രക്തക്കൊഴലുകൾ, അതിലെ സ്മൂത്ത് മസിൽസിനെ കൺട്രാക്ഷൻ ഉണ്ടാകുകയും BP ഉയരുകയും ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഹാർട്ട് റേറ്റ് ഉയരുകയൊക്കെ ചെയ്യുന്ന ഒരു സീക്വൻസാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് എങ്ങനെയാണ് ലങ്സിൽ വർക്കൗട്ട് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. റെസ്പിറേറ്ററി സിസ്റ്റത്തിൽ അവിടെ റെസ്പിറേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് സ്മൂത്ത് മസിൽസിൻ്റെ റിലാക്സേഷനാണ് അത് കാരണമാകുന്നത്. കാരണം കൂടുതലായിട്ടുള്ള ഓക്സിജനേഷൻ നടക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. അപ്പോൾ നിരവധി ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ച് കാണുന്നത്. സോ ഈ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ വർഷം എല്ലാവർക്കും വളരെ സെക്യൂറായിട്ടുള്ള, നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഒരു സർക്കാർ ജോലി ലഭ്യമാക്കട്ടെ. നിലവിൽ സർക്കാർ ജോലിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതിൽ ഉപരിയായിട്ടുള്ള നിങ്ങൾ ആഗ്രഹിക്കുന്ന ലെവലിൽ ഒരു ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.